ഹലോ, നമ്മൾ ബഹ്റൈനിൽ പോവാം. ശാലുവിനെയും മാളുവിനെയും കാണാൻ പോവാം. അമ്പടാ പോയി ഫ്രണ്ടിൽ കയറിയിരുന്നോ? സമയം ഇപ്പം എത്ര മണിയടാ? 10 മണി ആവുന്നു തോന്നല്ലേ. സമയം ഇപ്പം 10 മണിയാവുന്നു. നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഒരു ചെറിയ ഷോപ്പിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ശാലുവിൻ്റെ അടുത്തോട്ട് പോവാം. ബഹ്റൈനിൽ പോവാണ്. എത്ര സമയം എടുക്കൂടെ ബഹ്റൈനിൽ പോവാൻ? നമ്മളവിടെ പോവാണ്. ബഹ്റൈനിൽ പോവുകയാണ്. കുറച്ച് പർച്ചേസിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ നമ്മുടെ യാത്ര തുടരാം. കാണിച്ചതേ നല്ല രസമുണ്ടല്ലേ ഈ പോട്ട് കാണാൻ. ഇതൊരു ടീ പോട്ടാണ്. ഇതിനകത്ത് നമുക്കിങ്ങനെ ചൂടായിട്ട് ടീയൊക്കെ ഇങ്ങനെ റെഡിയാക്കി. അങ്ങനെ നമ്മൾ പിന്നെയും യാത്ര തുടങ്ങുകയാണ്. അങ്ങനെ ഇവിടുത്തെ ഒരു ടോൾ ബൂത്താണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടൊന്നും ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട്, നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഇപ്പോൾ ഇതാണ്ട് ഈ 2 സൈഡിലും ഇങ്ങനെ കടലാണ്. അപ്പം അതിൻ്റെ കുറുകെയുള്ള ഒരു ബ്രിഡ്ജിൽ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഈ 2 സൈഡും കാണാൻ നല്ല രസമാണ്. പക്ഷെ നമുക്കിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അധികം ഒന്നും കിട്ടില്ല, വണ്ടിയിലിരിക്കുമല്ലേ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇത് സൗദിയുടെ എമിഗ്രേഷൻ എക്സിറ്റ് പോയിൻ്റാണ്. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, നമ്മളിവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുകയാണ് എന്നുള്ളത് അവിടെ നമ്മൾ ചെയ്യണം. അതിന് ഇതുപോലെ ചെറിയ ചെറിയ ക്യൂബിക്കിളില്ലേ, ഇതിനകത്ത് ഒരെണ്ണത്തിനകത്ത് നമ്മൾ വെയിറ്റ് ചെയ്യണം. അവിടെ ഉദ്യോഗസ്ഥരുണ്ട്, അവർ നമ്മൾ ചെക്ക് ചെയ്ത് വെരിഫൈ ആണ് നമ്മളെ ഇവിടെ കടത്തി അങ്ങോട്ട് വിടുന്നത്. അങ്ങനെ നമ്മൾ സൗദിയിലെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ബഹ്റൈനിലേക്കാണ്. ബഹ്റൈനിലേക്ക് പോകാൻ അവിടുന്ന് ഒരു 5 മിനിറ്റ് പോലും ഇല്ല, അപ്പോഴത്തേക്കും ബഹ്റൈനിലെത്തും. അവിടെ നമ്മൾ ഇതുപോലെ ചെക്കിങ്ങൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ബഹ്റൈനുള്ളിലേക്ക് കയറി. ഈ കാണുന്നതൊക്കെ ബഹ്റൈനാണ് കേട്ടോ. ബഹ്റൈനും സൗദിയും തമ്മിൽ എന്ത് വ്യത്യാസം എന്ന് വെച്ചാൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരേ സ്ഥലം തന്നെയാണ്. ഇത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു രാജ്യമല്ലേ. അപ്പോൾ എല്ലാ സ്ഥാപനങ്ങളും ഇതുപോലുള്ള ബിൽഡിങ്സൊക്കെ വളരെ ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു ഗൾഫ് കൺട്രി കണ്ടൊരു ഫീൽ വരണമെങ്കിൽ ഇങ്ങോട്ട് വരണം. സൗദി എന്ന് പറഞ്ഞൊരു വാസ്റ്റ് ഏരിയ ആയതുകൊണ്ട് അവിടെ അങ്ങനെ അത്രയും അടുപ്പിച്ചടുപ്പിച്ചുള്ള ബിൽഡിങ്സ് ഉള്ള സ്ഥലം വളരെ കുറവാണ്. ബാക്കി ഒരു വലിയ ഏരിയ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടപ്പുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. ചെടി നമ്മളെ ലാൻഡ് മാർക്ക് പോകണ്ടില്ല. ആണ് അതെനിക്ക് ഓർമ്മയുണ്ട്. അവിടെ നിന്നില്ല, പതിയെ ഇത് ഇൻഡിക്കേറ്റർ കൊടുത്തി. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തുകയാണ്. അപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവന് നമ്മുടെ നാട്ടിൽ എൻ്റെ നെയ്ബറാണ്. നെയ്ബറിനേക്കാളുപരി എൻ്റെ ഒരു ബ്രദർ പോലെ തന്നെയാണ്. ഞങ്ങളുടെ കൂടെയൊക്കെ ജനിച്ച് വളർന്ന പിള്ളേരാണ്. അപ്പോൾ അവന് ഫാമിലി ഇവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇതൊരു പഴയ റിസോർട്ട് പോലൊരു ഏരിയയാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെയുള്ള ബിൽഡിങ്സൊക്കെ ഒരു ലക്ഷറി വില്ലാസ് പോലെ ആളുകൾ വെളിയിൽ നിന്നൊക്കെയുള്ള ഫോറിനേഴ്സ് ഉൾപ്പെടെയുള്ളവർ വന്നിവിടെ റെൻറ്റിനെടുത്ത് അവരവിടെ അങ്ങനെ താമസിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. അവിടെ ആണെങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവക്കുട്ടന് കളിക്കാനുള്ള എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റായിരുന്നു. അവിടെ ഇഷ്ടംപോലെ കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വെളിയിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. ഇങ്ങനെ ഫുൾ ഒരു റിസോർട്ട് പോലെ ഇങ്ങനെ ഫുൾ കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ കുറേ കാണാനുണ്ട്. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ നല്ല വെയിലുള്ള സമയമായിരുന്നു. ഒരു ഡിസംബർ മാസങ്ങളിലൊക്കെ പോയാലേ പകൽ സമയത്ത് നമുക്ക് ഇവിടെ ഇറങ്ങി നടക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടുത്തെ വെയിൽ കാരണം ഒരു രക്ഷ ഉണ്ടാവില്ല. അതാണ് നമ്മുടെ ചെമ്പകപ്പൂക്കളൊക്കെ ഇവിടെ ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽപ്പുണ്ട്. പിന്നെ ഇഷ്ടംപോലെ ബെഞ്ചസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, നമുക്ക് അവിടെ പോയി നിന്ന് കളിക്കാം. പിന്നെ ഞങ്ങൾ അവിടെ പോയി നിന്നിട്ട് ഈ കാറ് അങ്ങനെ റേസ് ചെയ്യുന്ന കാറുണ്ടല്ലോ, അതിൻ്റെ ഇതുപോലെ ഇങ്ങനെ ഞങ്ങൾ കിടന്ന് അവിടെ കളിയൊക്കെ ആയിരുന്നു കുറേ നേരം. അങ്ങനെ കളിച്ച് ഒക്കെ കുറേ നേരം കഴിഞ്ഞ് ക്ഷീണിച്ചു. കാരണം വെയിലടിച്ചടിച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു പരുവമായിട്ടുണ്ടായിരുന്നു. പിന്നെ അവക്കുട്ടന് കളിച്ച് മതിയായില്ലെന്ന് പറഞ്ഞ് പിന്നെ അവനെ ഈ 1-2 കാറും ഒക്കെ അവിടുന്ന് അവരുടെ നിന്ന് അടിച്ചു മാറ്റിയല്ല കേട്ടോ, കൊടുത്തു വിട്ടതാണ്. അങ്ങനെ അതുമൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ ഇത് ഇങ്ങനെയുള്ള ഒരു സീ ഷോറാണ്. അവിടെ നമുക്ക് ഇറങ്ങി കാലൊക്കെ കഴുകാം. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ കളിച്ചിട്ട് നേരെ വീട്ടിലെത്തി. അപ്പം നമ്മൾ പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ അവരോട് ടാറ്റ ബൈ ഒക്കെ പറഞ്ഞ് തിരികെ നമ്മൾ സൗദിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ശരി, എന്നാൽ ടാറ്റ ബൈ.